ചാറ്റ് എന്നെ കുട്ടി കൺഗ്രാസ് ഉണ്ട് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ഫോർ 14 കനേഡിയൻ ഡോളർ സൂപ്പർ ചാറ്റ്. തപ്പ് നോക്കി ക്ലാസ് പെർഫോമൻസ് കൺഗ്രാസ് അരക്കണ്ണ ആൻഡ് ഫ്ലഫി. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്. ഭയങ്കര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഈ ഒരു പറഞ്ഞ ഈ ഒരു ടൂർണമെൻറ്റ് ജയിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എന്താണ് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇന്നലെ ആ ഒരു 4 മാച്ച് ചേർത്ത് ഡിന്നർ അടിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് മാച്ചായിരുന്നു ഏറ്റവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ടെൻഷൻ എന്നൊക്കെ അടിച്ചിങ്ങനെ അയ്യോ എന്താവും ഇങ്ങനത്തൊക്കെ ആലോചിച്ച് മറ്റേ ഒരു പേടിയോട് കൂടി സത്യം പറഞ്ഞാൽ കളിച്ച കളി ഫസ്റ്റ് കളിയായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഒരു തുടക്കത്തിൻ്റെ ഒരു ടെൻഷൻ കാണുമല്ലോ നമുക്ക്. അപ്പം ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് അയ്യോ ആ സമയത്ത് സത്യം പറഞ്ഞാൽ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് കളി അങ്ങ് നല്ല രീതിയിൽ കളിക്കാൻ പറ്റി. ഫസ്റ്റ് കളി നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയാൽ പിന്നെ ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ നമ്മളങ്ങ് ആ ഒരു ഇതുണ്ടല്ലോ എന്തായിരുന്നു വന്നത് ഹേറ്റ് കമൻസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. അതൊന്നും വേണ്ട. നമ്മൾ ആരെയും ഇതാക്കാനൊന്നുമല്ല. നമ്മൾ കളിച്ചു, എല്ലാവരും കളിച്ചു. നമുക്ക് എന്തോ നമ്മുടെ ഭാഗത്ത് ലക്കും എല്ലാം നമുക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജയിച്ചു. ലക്കാൻ നമ്മളുടെ ഗെയിം പ്ലേ എല്ലാം വർക്കായി. അതുകൊണ്ട് നമ്മൾ ജയിച്ചു, അത്രേ ഉള്ളൂ. വേറെ ഒരു ടീമിനെ കളിയാക്കാനും കുറച്ച് പറയാനും ഒരേ പ്ലെയറെ കളിയാക്കുന്ന രീതിയിലുള്ള കമൻസ് ഒന്നും വേണ്ട. ഓക്കെ. ആർട്ടിഫിക്സ് താങ്ക് യു സോ മച്ച് 179 റുപ്പീസ് പറഞ്ഞ ഏതാണ് പവർ മാസല്ല ക്ലാസ് അത് എത്രയുള്ളടാ ഉള്ളറ്റ് എത്രയുള്ളൂ. താങ്ക് യു സോ മച്ച് റാ. ആൻഡ് ഇതായിരുന്നു ഡി ജെ കദാരി താങ്ക് യു സോ മച്ച് 100 റുപ്പീസ് സൂപ്പർ ചാറ്റ്. കൺഗ്രാജുലേഷൻ കേസ് എന്ന് കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ആൻഡ് റെഡ് ഐക്കൺ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 899 റുപ്പീസ് 899 റുപ്പീസ് സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച് ബ്രോ. ട്രിക്കി ലൈവ് ടൂർണമെന്റിൽ എത്തിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ടീമിൽ വിപ്സിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ട്രിക്കിയും ഫ്ലഫിയും എല്ലാവരും കളിക്കുമെങ്കിലും വിപ്സിയാണ് സത്യം പറഞ്ഞാൽ ടീമിൻ്റെ ഒരു ബാക്ക് ബോർഡ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ധൈര്യം തരുന്നത് വിപ്സിയാണ്. കാരണം അവന് ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പം ലൈക്ക് എൻ്റെ കൂടെ അവന് ലൈവായിട്ട് നിൽക്കുവാണെങ്കിൽ എനിക്ക് പിന്നെ ഒരു പേടിയില്ല. ജയിക്കാം നമുക്ക് സ്റ്റിൽ എത്ര ഇപ്പോൾ 2v3 2v4 ആണെങ്കിലും അടിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. അപ്പം 4 കളിയിലും അവന് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റി ഫൈനൽസിൽ. അതുകൊണ്ട് എന്താ അവന് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ടൂർണമെൻറ്റ് നല്ല രീതിക്ക് കളിക്കാൻ പറ്റി, ജയിക്കാൻ പറ്റി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ടീം ട്രിക്കിയും ഫ്ലഫിയും എല്ലാവരും നല്ലോണം കളിച്ചു. പക്ഷേ ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കൺഗ്രാജുലേഷൻസ് ഞാൻ സണ്ണോ വിപ്സി ട്രിക്കി ഫ്ലഫി ജോക്കറോ താങ്ക് യു സോ മച്ച് 200 റുപ്പീസ് സോ മച്ച്. POV കാണിക്കും ഗൈസ്. POV ഞാൻ ഇപ്പം കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു കണ്ടന്റ് ഇടുന്നുണ്ട്, ഒരു കണ്ടന്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ടൂർണമെൻറ്റ് ഇത്രയും ലൈക്ക് 27,000 28,000 പേര് കണ്ട ഒരു ടൂർണമെൻറ്റാണ്. അന്നേരം ആ ടൂർണമെൻറ്റ് അതിൻ്റെ ഒരു കപ്പടിക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒരു കണ്ടൻറ്റായിട്ട് ഇറക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ അതുകൊണ്ട് സുനിമോൻ്റെ അടുത്ത് എന്തായാലും കണ്ടൻറ്റായിട്ട് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ആ POV എല്ലാം കൂടി ചേർത്തിട്ട് ഒരു കണ്ടൻറ്റ് വീഡിയോ എന്തായാലും വരും. നല്ലൊരു കണ്ടൻറ്റ് വീഡിയോ വരും. നമുക്ക് ഡഞ്ചാറും ഡയാസും എല്ലാം TV കാണണം. അത് അത്രേ ഉള്ളൂ. വെൽ ഫക്കിംഗ് ഡിസേർവ്ഡ്. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് അക്ഷയ് ബ്രോ. വാട്ട് ടേക്കിംഗ് കൺഗ്രാജുലേഷൻ. താങ്ക് യു. കണ്ടൻറ്റ് മതി. ഡഞ്ചാർ ആവറേജ് ചെയ്യുമ്പോൾ ബൈക്ക് ടൈഗോയിൽ നിങ്ങൾ എന്തിനാണ് സ്ഥലം ചുറ്റി കാണുന്നതാണോ ബൈക്കിൽ? അവിടെ വന്ന് ഡ്രിഫ്റ്റൊക്കെ അടിച്ച് നിർത്തിയായിരുന്നല്ലോ ഒന്ന്. അതെന്തിനായിരുന്നു പറ്റിയത്? ഗ്രനേഡ് സ്ക്വാഡ് വൈബ് ഓഫ് യുവർ ക്ലാസ് എന്ന്. അത്രേ ഉള്ളൂ. പേടിയാണല്ലോ നമ്മുടെ കളികളെല്ലാം. ഈ PUBG PC എന്ന് പറയുന്നത് വെടിവെപ്പ് മാത്രമല്ല ഗീസ്, യൂട്ടിലിറ്റീസിൻ്റെ അതിൻ്റെ അകത്തുള്ള റോളെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണത്. ലൈക്ക് അത്യാവശ്യം കുറച്ച് നമ്മൾ ആദ്യം കളിച്ചു വരുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പക്ഷേ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇത് ഒരുപാട് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ടീമുകൾ കുറവായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ഇതിൽ കുറച്ച് ടീമുകൾ മാത്രം PUBG PC കളിച്ചിട്ടുള്ളവരുള്ളൂ. ഒരു 7 ടീമുകൾ മാത്രമേ കളിച്ചിട്ടുള്ളവർ കാണത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് കളിച്ചവരും അല്ലെങ്കിൽ ഇതിനു വേണ്ടി കളിച്ചവരൊക്കെയാണ്. അപ്പം ഇവർക്കൊക്കെ കൂടുതലും ഗണ്ണെടുത്ത് വെച്ച് വെടിവെച്ച് കളിക്കുന്നത് മാത്രമേ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് കൂടുതലും ഈ യൂട്ടിലിറ്റീസ് ഒന്നും ഉപയോഗിക്കത്തില്ല. യൂട്ടിലിറ്റീസൊക്കെ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ടൂർണമെൻറ്റ് കൊഴുക്കും. അതിൻ്റെ ഇത് പറ്റും, വിഷയമാകും കുറച്ചുകൂടി.
കോച്ച് വാട്ടൗട്ട് കോച്ചിൻ്റെ കേസ് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോടാ. കോച്ചൊക്കെ ഓൾറെഡി പ്രൂവ് ചെയ്ത പ്ലെയറാണ്, മനസ്സിലായത്. നമ്മൾ കോച്ചിൻ്റെ കേസ് ഇതിൻ്റെ അകത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ടൂർണമെൻറ്റ് കൊണ്ടല്ലല്ലോ ഒരു പ്ലെയറിനെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്, മനസ്സിലായി. കോച്ചൊക്കെ ഓൾറെഡി ലൈക്ക് മേജർ ടൂർണമെൻറ്റ്സുകളൊക്കെ കളിച്ച് ഓൾറെഡി അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ കോച്ചിനെ നമ്മൾ ഇപ്പോൾ ഒരു ടൂർണമെൻറ്റിൽ കോച്ചിൻ്റെ ഇപ്പോൾ ജയിച്ചില്ല, ടീം ജയിച്ചില്ല, അല്ലെങ്കിൽ സെക്കൻഡ് ആയി എന്ന് വിചാരിച്ച് അതിൻ്റെ അർത്ഥം അവർ മോശമാണെന്നല്ല, മനസ്സിലായില്ലേ. ഇന്നലത്തെ ഡേ നമ്മൾ നല്ലോണം കളിച്ചു, നമ്മളുടെ കൂടെ എല്ലാം വർക്കായി, എല്ലാം നടന്നു, അതുകൊണ്ട് നമ്മൾ ജയിച്ചു. അവർ സെക്കൻഡാണ് ആയത്. അവരും ഒരുപാട് ബാക്കിലോട്ടൊന്നും പോയില്ല, ഒരു സെക്കൻഡ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം അവർ നല്ലോണം തന്നെയാണ് കളിച്ചത്. ബെറ്ററായിട്ട് കളിച്ചത് നമ്മളായിരുന്നു ഇന്നലെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഇതുമില്ല. കോച്ച് ഓൾറെഡി MVP അടിച്ചു. പുള്ളി ഓൾറെഡി എന്തുവാ പ്രൂവ് ചെയ്യാനുള്ളതൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ പിന്നെ വെറുതെ നമ്മൾ അത് ഇതാക്കേണ്ട ആവശ്യമില്ല. ഒരു ഡേ വെച്ചിട്ടല്ല ഒരു പ്ലെയർ നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യേണ്ട. ഓക്കെ, ഇത് പിന്നെ നമുക്ക് ബാക്കിയുള്ളവർക്ക് ടൈം വെച്ചാൽ വെച്ചാൽ നമ്മളുടെ സ്കിൽസ് പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ടൈമാണ്. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കുക, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് കിട്ടിയ ചാൻസ് നമ്മൾ യൂസ് ചെയ്തു, അത്ര തന്നെ. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ നമുക്കത് ഇത്രയും നമ്മൾ കളിച്ചതിനൊരു വാല്യൂ ഉണ്ടാക്കാൻ പറ്റി. എന്നുവെച്ചാൽ നമ്മൾ ഈ ഗെയിം ഗ്രൈൻഡ് ചെയ്യുന്നുള്ളതിനൊരു റിസൾട്ട് എന്ന് പറയുന്നതാണ് ഈ ഒരു കപ്പൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റ് വരുമ്പോൾ ജയിക്കുന്നത്. ബ്രോ കൺഗ്രാറ്റ്സ് ബ്രോ, വെൽ ഡിസേർവ്ഡ്. ലൈവ് കണ്ടില്ലായിരുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ കമ്മിങ് കോമ്പറ്റീഷൻസ്. എന്തായാലും കേരളത്തിൽ ഒരു ഇവന്റ് സ്റ്റാർട്ടായപ്പോൾ ഫസ്റ്റ് അച്ചീവ്മെന്റ് ലിസ്റ്റിൽ ഫസ്റ്റ് നിങ്ങളുടെ ടീം. കീപ് ഇറ്റ് അപ്പ്, എക്സ്പെക്ടിങ് മോർ ഫ്രം യു ഗൈസ്, ലവ് യു ആൾ. അഭിലാഷ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 rupees സൂപ്പർ ചാറ്റ്. മീൻസ് അലോട്ട്, താങ്ക് യു സോ മച്ച്. റിയലി ഹാപ്പി ഫോർ യു അണ്ണേ എന്ന് പറഞ്ഞിട്ട് അക്ഷയ് ഷിബി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ $2.79 Canadian dollars. അതേപോലെ ഞാൻ പറയാൻ വിട്ടു, നമ്മുടെ അക്കീതി സ്ട്രീമർ ബ്രോ ഇന്നലെ മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കളി കണ്ടിട്ട് ഏറ്റവും നല്ല കളിച്ചതിൽ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വിപ്സിക്കോ ട്രിക്കിക്കോ ആർക്കെങ്കിലും ഒരാൾക്കെന്ന് കൊടുക്കാനെന്ന് പറഞ്ഞിട്ടൊരു 5,000 rupees ഗൂഗിൾ പേ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ദ 5,000 rupees അതിന് ഗൂഗിൾ പേ. റാൻഡ് എഫേർട്ട്, അതൊക്കെ ടൂർണമെൻറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ് നിലനിർത്തിക്കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയി. സത്യം പറഞ്ഞാൽ ഒരു വെറുപ്പിക്കലും ഇല്ല, ഒരു ശോകവും ഇല്ല. എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. സാധാരണ ടൂർണമെൻ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം തുടങ്ങി പിന്നെ അടുത്ത മാച്ചിൽ കാത്തിരുന്ന് 5 പേര് പോയി പിന്നെ 3 പേര് വന്ന് വിളിച്ചു വരുത്തി കയറ്റി അയ്യോ ഇതിന് വെറുക്കും. ഇത് 5 മാച്ച് കറക്റ്റ് 3 മണിക്കൂറിൽ, മാക്സിമം 3 മണിക്കൂറിലായിരുന്നു തീരുന്നത്, മനസ്സിലായ. 3 മണിക്കൂറിൽ 5 മാച്ച് തീർക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് കോർഡിനേറ്റ് ചെയ്താലേ നടക്കൂ. അതൊക്കെ പ്രോപ്പറായിരുന്നു. സത്യം പറഞ്ഞാൽ ടൂർണമെൻ്റ് POV റിയാക്ട് ചെയ്യുമെന്ന്. ടൂർണമെൻ്റ് POV റിയാക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, നമുക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്തായാലും ഒരു കണ്ടന്റ് ചെയ്യുന്നുണ്ട്, ഒരു റീൽസും ഞാൻ ചെയ്യുന്നുണ്ട്. അത് രണ്ടും ഉടനെ എന്തായാലും വരും. റീൽസ് പെട്ടെന്ന് തന്നെ വരുമായിരിക്കും, പക്ഷെ കണ്ടന്റ് കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് 2-3 ദിവസത്തിലേ വരത്തുള്ളൂ. എന്നാൽ സൂപ്പർ ചാറ്റ് ഏരിയ നോക്കിയിട്ട് പറ്റണില്ല, മറന്നുപോയി. ഞാൻ ഹാപ്പിയായി സൂപ്പർ കളിയുന്നു. ഡാഡി വീടാ, താങ്ക് യു. നെക്സ്റ്റ് ടൂർണമെൻറ്റിൽ അണ്ണ വേണമെന്നാണ്. നെക്സ്റ്റ് ടൂർണമെൻറ്റ് ഇനി എനിക്കറിയത്തില്ല എന്നാണ്, അല്ലെങ്കിൽ ആരാണ് നടത്താൻ പോകണമെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഇനിയൊരു ടൂർണമെൻറ്റ് വരുന്ന സമയത്ത് PC-യുടെ കാര്യം കൺഫേം ആക്കിയിട്ടില്ല. അത് ആർക്കാണ് ആർക്ക് എടുക്കണമെന്നുള്ള കാര്യമൊന്നും കൺഫേം ആക്കിയിട്ടില്ല. അത് നോക്കിയിട്ട് എന്തായാലും ചെയ്യാം. കിക്കിൽ വരുമ്പോൾ റിയാക്ട് ചെയ്യണം. ഓക്കെ, കിക്കിൽ വരുമ്പോൾ റിയാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം, സെറ്റ്. കണ്ണാപ്പി വേഴ്സസ് ടോക്കിയോ ഫൈറ്റ് അനാലിസിസ് വേണമെന്ന. എടാ കണ്ണാപ്പി ഇന്നലെ ടോക്കിയോനെ എന്തോ വൈപ്പൊക്കെ ചെയ്തിട്ട് റിമോട്ടൊക്കെ ഇട്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനായല്ലേ പയ്യൻ. കണ്ണാപ്പി ഇന്നലെ ഗോഡായി. സത്യം പറഞ്ഞാൽ കണ്ണാപ്പി ഇന്നലെ നല്ല കളിച്ചു കേട്ടോ. ഞാൻ കുറേ കിൽ ഫീൽഡിൽ അവൻ കുറേ കില്ലുകൾ അവൻ എടുക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് കില്ല് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ VC-ലോട് ചെല്ലട്ടെ കേസ്, വെയിറ്റ് ചെയ്യുക, അത് വിട്ടുപോയി. ഹലോ. ചെറുതായിട്ടൊന്ന് ബാസ് പാളിപ്പോയി, മൈക്ക് ഓഫ് ആയിരുന്നു. അത്രയുള്ളൂ. കപ്പ് നോക്കിയപ്പോ ഇപ്പുറത്തെ കപ്പിരുത്, അതങ്ങ് എടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഫ്രണ്ടില് AFD AK മറ്റേ വാലറന്റ് ചാമ്പ്യൻസ് എന്നൊക്കെ ഇടിച്ചിരിക്കുന്നത്. ഞാൻ തിരിച്ചങ്ങ് പിടിച്ച് 2 പ്രാവശ്യം ടോക്കിയോ വരെ വണ്ടി. സത്യം കമൻട്രി വിഷയമായിരുന്നു. സത്യം ടൂർണമെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഓളത്തിലാണ് പോയത്, മനസ്സിലായോ. മൊത്തത്തിലങ്ങ് ഒരു ഓളത്തിലാണ് ടൂർണമെന്റ് പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോറടി എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആ മറ്റേ ISL-ലൊക്കെ മറ്റേ ഇന്നലെ ആരാണ് ഫ്ലഫി പറഞ്ഞത്, ISL മറ്റേ ഷൈജു ദാമോദരൻ്റെ കൗണ്ടറി പോലെ ആയിരുന്നത്, ഫ്ലഫി പറഞ്ഞ പോലെ. സത്യം പറഞ്ഞാൽ ആ രീതിയിലായത്. കമൻട്രിയൊക്കെ സത്യത്തിൽ വിഷയമായിരുന്നു സത്യം പറഞ്ഞാൽ, ഒരു രക്ഷയില്ലായിരുന്നു.
ബ്രോ യു ഡിസേർവ് ദാറ്റ് പി സി. നമുക്ക് അറിയാം. പിന്നെ ബ്രദർ ലവ് ഫ്രം ഒമാൻ എന്ന് പറഞ്ഞിട്ട് ജെർണസ് ബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. കണ്ണാപ്പി ഇമോട്ട് ഇട്ട് ജോക്കിയുടെ ചലഞ്ച് അല്ലേ? അതെ അതെ, ജോക്കിയുടെ ചലഞ്ച്. ബട്ട് ഈ വേ പറയുന്നത് കണ്ണാപ്പി സെസ്സാണെന്നാണ്. ഒരാളെങ്കിലൊക്കെ വേണ്ടേ അവർക്ക് സെസ് എന്ന് പറയാൻ. കൺഗ്രാചുലേഷൻസ് ചാമ്പ്യൻസ് എന്ന്. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഈ ഈഗിൾസ് കമന്ററി സ്റ്റോപ്പ് ആരെയും ചെറുതാക്കി ഒന്നും നല്ല ഒരു സ്ട്രീറ്റ് അടിക്കൂടി. അതെ അതെ അതെ, അതൊക്കെ സത്യമാണ്. എല്ലാ ടീമിനെയും വെച്ചാൽ ഓരോ പ്ലെയറിനെയും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത്. അതൊക്കെ സത്യമാണ്, ഒരു ഇതുമില്ലായിരുന്നു. കണ്ണാപ്പി ആൻഡ് ബോബോയ് ഡിസർവ്ഡ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് എന്ന്. വാച്ചിങ് ഒരു ഓർഗനൈസേഷൻ നടത്തി. എടാ പി സി നമ്മുടെ ഒഫീഷ്യൽ ടൂർണമെൻ്റ് അല്ലേ, പബ്ജി പി സിയുടെ ഒഫീഷ്യൽ ടൂർണമെൻറ്റ്സിന് കിട്ടത്തില്ല ഇത്രയും വാച്ചിങ്. ഇന്ത്യയിൽ നിന്നല്ല, ആകെ എനിക്ക് അറിയുന്നതിൽ ഇതിൽ വാച്ചിങ് പിന്നെ വരുന്ന പബ്ജി പി സിയുടെ ഒഫീഷ്യൽ ടൂർണമെൻറ്റ്സിന് വാച്ചിങ് വരുന്നത് ഏഷ്യ പസഫിക്കിൻ്റെ പസഫിക് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആ റീജിയൻ ഉണ്ടല്ലോ, SEA, അതിൻ്റെ ഏതോ ചില ഏരിയകളിൽ മാത്രമാണ് പിന്നെ അത്രയും വാച്ചിങ് ഉള്ളത്. ബാക്കി വേറെ ഒരു റീജിയനിലും ഇത്രയും വാച്ചിങ് ഒന്നും വരത്തില്ല. എന്നാൽ 144p ഇട്ടിട്ടും ക്വാളിറ്റി ഇല്ലെന്ന് ആണല്ലേ. കരിമ്പാറ ഈ 2K ഒക്കെ വേണമെന്നൊക്കെ വെറും ചിന്താഗതിയാണ് ബ്രോ. 1080p കണ്ടാലും നല്ല രസമുണ്ടാവും. അവന് 144 കിട്ടിയിട്ട് അവന് ക്ലാരിറ്റി കിട്ടുന്നില്ലെന്ന്. അവന് എപ്പോഴും 240 ഒക്കെ വേണമെന്നില്ല, എപ്പോഴും 2K IGL ടിപ്സ് തരാമോ? അയ്യോ അങ്ങനെ അതൊന്നും ഇല്ല ബ്രോ, അത് നമ്മൾ കളിയുടെ കൂടെ അങ്ങ് പോവും. IGL ടിപ്സ് ഒന്നും അങ്ങനെയൊന്നും ഇല്ല, നമ്മൾ എല്ലാവരും കളിച്ചത്രേ ഉള്ളൂ. ആസ് എ വള്ളി ടീം ഫാൻ, വള്ളി ടീം ജസ്റ്റ് മിസ് ആണോ ഹാഷോണ്ട് പോയായിരുന്നു. ഒരു പിഴച്ച് ചാറ്റായത് കുറെ കൊച്ചു പിള്ളേരുടെ കഴിയുന്നു. 0 സ്കിൽ ഡെഞ്ചാർ കൊണ ഉള്ളി വള്ളി ടീം ഉയരുന്നു. കണ്ണാപ്പി എടാ എങ്ങനെയാടാ കണ്ണാപ്പി ഇതിനൊക്കെ പറ്റുന്നത്? ഇങ്ങനെ ഇത്രയോ ഒരു ദിവസം. എടാ പക്ഷെ കണ്ണാപ്പി നീ ഇന്നലെ കളിച്ചു കേട്ടോ നല്ലോണം, അത് പറയാതിരിക്കാൻ പറ്റും. ബ്രോ യുവർ ആക്യുറസി സുരേന്ദ്രല്ലോ. താങ്ക് യുടാ, താങ്ക് യു താങ്ക് യു താങ്ക് യു. നമസ്കാരം ചാമ്പ്യൻസ്. ശിവദാസ് ബ്രോ വെൽക്കം ടു സ്ട്രീം. എന്താ എന്റെ ആക്രോസിക്ക് എന്താടാ കുഴപ്പം? എടാ നീ എന്തൊരു എയിം ആക്രോസിനെ പറ്റി അല്ലടാ അവൻ പറഞ്ഞത്. ഇവൻ അങ്ങനെ ഒരുത്തൻ, നിന്റെ അത്ര റിഫ്ലക്സ് നമുക്കില്ല. അത്ര ഉള്ളു. ട്രിക്കി യൂട്ടിലിറ്റി പ്ലേസിന്റെ കിടുമായിരുന്നു. സ്റ്റീവ് സൂപ്പർ പ്ലേ ആയിരുന്നു. കൺഗ്രാജുലേഷൻസ് ഫോർ ദ ചാമ്പ്യൻസ്. താങ്ക് യു. 2 ദിവസം ഇല്ലാത്ത വിഷക്കുരുകൾ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ പിന്നെ സത്യം കണ്ട് ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടായിരുന്നു നമ്മളെല്ലാവരും. അപ്പോൾ ഇതൊക്കെ തരം കമന്റുകളടാ, എന്തൊക്കെ തരം കമന്റുകൾ, ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടല്ലോ എന്ന് പറയുന്നത് ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. PC യുടെ കാര്യമൊക്കെ നമ്മൾ പിന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇതാക്കാടാ. ഇപ്പം പ്ലാൻ ചെയ്തിട്ടില്ല, കൺഫേം ആക്കിയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് ഇതാക്കാം. ഫിഫി വെൽക്കം ടു സ്ട്രീം. ഫിഫി എന്താണ്, നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ കപ്പടിച്ച് കഴിഞ്ഞാൽ. എവിടെ സ്പെഷ്യൽ ഗിഫ്റ്റ് എവിടെ? ഫസ്റ്റ് മാച്ചിൽ നേട്. താങ്ക് യു. അതുപോലെ ഒരു പ്ലെയർ ബാക്കിട്ട് യൂസ് എന്തോന്ന്, അതേപോലെ ഒരു പ്ലെയർ ബാക്കിട്ട് യൂസ് ചെയ്യൂല, അതുകൊണ്ട് യൂറോപ്യൻ ഹോസ്റ്റ് ഒത്തിരി ഒരു പ്ലേയേഴ്സും ഹാക്ക് യൂസ് ചെയ്തിട്ടില്ലെന്ന്, ഹാക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ. അതെ അവർ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. കാസ്ട്രോയുടെ 1v4 കണ്ടായിരുന്നു, ഞാൻ സ്റ്റോറി കണ്ടായിരുന്നു. കാസ്ട്രോയുടെ 1v4 സ്റ്റോറി കണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നൈസായിരുന്നു. എനിക്ക് കാസ്ട്രോ മെസ്സേജ് ഇട്ടുണ്ട്, ഞാൻ കാസ്ട്രോയ്ക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നല്ല മാച്ച് അയച്ചിട്ട്. ഈഗിൾ റോൻ്റെ കമൻട്രി സീനിൽ എടുത്ത് പറയേണ്ടത് ആദിത്യയുടെ സ്പെക്ക് ഒരുവിധം എല്ലാ ഫൈറ്റും കാണിച്ചായിരുന്നു. സത്യം നല്ല രീതിയിൽ എല്ലാ സ്പെക്കെല്ലാം വിഷയമായിരുന്നു. കൺഗ്രാജുലേഷൻസ് ഫോർ ദ ഹോൾ ടീം ഡഞ്ചാർ. ഹാപ്പി ഫോർ യു. വെൽ കണ്ടക്റ്റഡ് ടൂർണമെന്റ്. റിയലി എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ജിഷ്ണു ബ്രോ. താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട് ഫോർ ദ 1000 rupees സൂപ്പർ ചാറ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ കമൻറ്റ്. അണ്ണാ 1v4 നേട് POV കാണിക്കൂ. നേടിൻ്റെ POV ഇടാ ഞാൻ ഒരു കണ്ടന്റ് ആയിട്ട് ചെയ്യുവാടാ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി പിന്നെ കണ്ടന്റിൻ്റെ ഇടയിൽ കൂടി വീണ്ടും POV ഫുള്ള് ഞാൻ വീണ്ടും ഇരുന്ന് കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാണാത്തത്. നമുക്ക് ഒരു കണ്ടന്റായിട്ട് ഒരു വീഡിയോ എന്തായാലും ഇറക്കാം.